ഈ അപ്പോസ്തോലന്മാരുടെ, അതായത് പത്രോസിന്റെയോ യോഹന്നാന്റെയോ യാക്കോബിന്റെയോ അല്ല ഇങ്ങനെയുള്ളവരുടെ ഒരു അനുഗ്രഹം, ഒരു കൈവപ്പ് വാങ്ങിച്ചാൽ മാത്രമേ അവർക്ക് മാത്രമേ അത് അധികാരപ്പെടുത്താൻ ഉള്ളൊരു അവകാശമുള്ളൂ എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. ഒരു സുവിശേഷകനായിട്ട് അല്ലെങ്കിൽ ഒരു ബിഷപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രവർത്തകനായിട്ടോ മാറണമെങ്കിൽ ജെറുസലേമിൽ പോയി അപ്പോസ്തലന്മാരുടെ നിന്ന് കൈവപ്പ് വാങ്ങിക്കണം എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അതെന്താണ്, അതിനെ കുറിച്ച് ബ്രദറിന് പറയാനുള്ളത്? അല്ല, അത് ബൈബിളിൽ തന്നെ ഉള്ളതല്ലേ. ഈ ശമരിയായിൽ പോയി ഫിലിപ്പോസ് ശമ്മാശം പ്രസംഗിക്കുകയും ഒരുപാട് രോഗികൾ സുഖപ്പെടുകയും പിന്നെ കുറെ ആളുകൾ മാമോദിസ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നില്ല. ഇത്രയും കൃപയുള്ള ഫിലിപ്പോസ് അവിടെ പ്രസംഗിച്ചു, രോഗികൾ സുഖപ്പെട്ടു, ആളുകൾ വിശ്വസിച്ചു, എല്ലാം സംഭവിച്ചെങ്കിലും പരിശുദ്ധ ആത്മാവ് അവരുടെ മേൽ വന്നില്ല. പിന്നീട് പത്രോസ് യോഹന്നാൻ അവിടെ ചെന്ന് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. എന്ന് പറഞ്ഞ ഏക ആത്മാവിനാൽ സ്നാനമേറ്റു ഏക ശരീരത്തിൽ അംഗങ്ങളായും ഇരിക്കുന്നു എന്നൊരു കോൺസെപ്റ്റാണ്. അപ്പൊ സഭ ഒന്നേ ഉള്ളൂ, ശരീരം ഒന്നേ ഉള്ളൂ. ആ ശരീരത്തിലേക്ക് അംഗമാകുന്നത് ഈ ആത്മാവിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ചർച്ചിലേക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് ഇപ്പൊ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, പിന്നെ ബന്ധമില്ല, അതായത് മെയിൻ ബോഡിയായിട്ട് ബന്ധമില്ല, വിഘടിത ഗ്രൂപ്പുകളായിട്ട് നിൽക്കാം. മനസ്സിലായോ? അതായത് ഈ യൂണിഫൈഡ് ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി, അതുമായിട്ട് കണക്ഷൻ വരാത്തടത്തോളം കാലം ഒരു വിഘടിത ഗ്രൂപ്പ് എന്നേ ഉള്ളൂ. വേറെ കൂടുതൽ അതിനകത്ത് വിശേഷത അത് ആ പോയിന്റ് തന്നെയാണ് ഞാൻ ഈ ചോദിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്ന ഒരു കേന്ദ്രീകൃത ഒരു കേന്ദ്രം, ആ കേന്ദ്രം എന്ന് പറയുന്ന ജെറുസലേമിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സഭ ചിത്രപ്പെട്ടു പോയപ്പോൾ അവിടെ നിന്ന് കൈപ്പൊപ്പ് ശുശ്രൂഷ ലഭിച്ച ഒരാൾക്കും മാത്രമേ ഇപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവർ, ഒരാളുടെ കൈവെപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പം ഈ പർട്ടിക്കുലർ പോയിന്റ് ഞാൻ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ വലിയൊരു സംശയം എല്ലാവരുടെ മേൽ നിഴലിക്കുന്നുണ്ട്. പലരും ചരിത്രങ്ങൾ അറിയാമെന്ന് പറയുമെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് പോലും വിടാതെ AD 30 മുതൽ ഞാൻ ഇതിനെ ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്കൊരു വൈകാരികമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നതിനെ പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ പറയുകയാണ്. ഇപ്പൊ നമുക്കറിയാം ഈ എല്ലാ മതങ്ങളിലും ഈ ഇങ്ങനെയുള്ള ഈ എക്സ്റ്റസിയുടെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അനുഭൂതിയുടെ ഒരു മാതാ അമൃതാനന്ദമയുടെ ഭജനയിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ അനുഭൂതി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ശ്രീ രവിശങ്കർ എന്ന് പറഞ്ഞ് ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞ് ഒരാളുടെ ശ്വസനക്രിയയാണ്. ശ്വസിച്ചു കഴിയുമ്പോൾ അതിനകത്ത് പോയിട്ടുള്ളവരോട് പറഞ്ഞത് ശരിക്കും ഒരു പെന്തക്കോസ്റ്റൽ വർഷിപ്പിലൊക്കെ പോയി നിൽക്കുന്നതിനോട് സമാനമായ അനുഭൂതി അവർക്ക് മാനസികവും ശാരീരികമായിട്ട് ഉണ്ടാകുന്നതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ പോയിട്ടില്ല, പക്ഷെ പോയിട്ടുള്ളവരുടെ ആ വിവരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മുടേതിന് തുല്യമായ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസിന് തുല്യമായ ഒരു അനുഭൂതിയാണ്. അപ്പൊ അത് ഇമോഷണലാണ്, അത് ഒരു മെന്റൽ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇപ്പം മുസ്ലിങ്ങളുടെ ചില ഈ പ്രാർത്ഥനയാണ്, അവരിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നതും കണ്ടിട്ടുണ്ടായിരിക്കും, വീഡിയോ ഒക്കെ മുസ്ലിങ്ങളുടെ ഇടയിൽ അവരിങ്ങനെ തൊടുമ്പോൾ ആളുകൾ മലനടിച്ച് വീഴുന്നത്, സ്ലൈ ചെയ്യുന്നതും ഒക്കെ കാണാം. മുസ്ലിങ്ങളുടെ ഹിന്ദുക്കിടയിലും അത് അങ്ങനെയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അനുഭൂതിയുടെ തരംഗത്തെ ഈ ബൈബിൾ എടുത്ത് വെച്ചാൽ ആട്രിബ്യൂട്ട് ചെയ്യുക, ഹോളി സ്പിരിറ്റ് ആണിത് എന്നങ്ങ് പറയുകയാണ്. അപ്പൊ ആളുകൾ നേരാൻ നോക്കും. അപ്പൊ എങ്ങനെയാണ് ഹോളി സ്പിരിറ്റ് വരുന്നത്? ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, Efes 4 എഴുതിയിരിക്കുക. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഇത് കർത്താവിന്റെ ആണെന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ താൻ സ്ഥാപിച്ച സഭയ്ക്ക് വിരുദ്ധമായിട്ട് വേറൊരു സഭ സ്ഥാപിച്ചു എന്ന് വരും. എനിക്ക് ഈ പ്രകടനമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിന്റെ ഒരു പ്രകടനമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓഷോ ആചാര്യ രജനീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി ഇവിടെ അദ്ദേഹത്തിന്റെ ഈ ലക്നൌവിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലുണ്ട്. പുള്ളിയുടെ പരിപാടി എൻ്റെ കുറെ പുസ്തകം ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ആചാര്യ രജനീഷിന്റെ ഓഷോടെ ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഏതാണ്ട് ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ ഈ ആത്മാവിലാകുന്ന എന്ന് പറയുന്ന ഒരു പ്രകടനം പോലെ ഭയങ്കര ഇതിലാണ് അദ്ദേഹം ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം
ഞാൻ അന്ന് മുതലേ എനിക്ക് മനസ്സിലാക്കിയ കാര്യം, എല്ലാ മതങ്ങളിൽ തന്നെ ഇതുപോലെ ഇപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ എല്ലാ മതങ്ങളിലും ഇങ്ങനെ ഒരു എന്താ ഒരു മനസ്സിന്റെ ഒരു പ്രത്യേക ഒരു അനുഭവം അങ്ങനെ ഉണ്ടാകാറുണ്ട്. കറക്റ്റാണ്. പക്ഷെ ഞാൻ ചോദിച്ചത്, ഈ പരിശുദ്ധാത്മാവിനെ പിന്നെ കൈവച്ച് പരിശുദ്ധാത്മാവ് കൊടുക്കുമ്പോൾ അത് എന്തൊരു മാറ്റമാണ് അവർക്ക് സംഭവിക്കുന്നത്? അത് എങ്ങനെയാണത് മനസ്സിലാകുന്നത്? അത് എന്താണ് അവർ കൊടുത്തത്? അതിനെന്താണ് ഒരു പ്രകടന തെളിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർണേലിയസിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം 10-ല്. 8-ാം അധ്യായത്തിൽ ശമര്യയില് പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. എന്നുള്ളതല്ലാതെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന അവർ അന്യഭാഷകൾ പറഞ്ഞു കാണും. അതായിരിക്കും ഒരു അടയാളം. അല്ല, അതിൻ്റെ അത് എൻ്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒരാളുടെ കൈവെപ്പിനാൽ മാത്രമേ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുകയുള്ളൂ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. അത് ഈ കൈവെപ്പിലൂടെയാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. ഇനി അല്ലാതെ പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ അത് കൈവെപ്പിനാൽ സ്ഥിരീകരിക്കപ്പെടണം. കാരണം കൊർണേലിയസിന്റെ വീട്ടിൽ ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പറയാണ്, ഇവർക്ക് വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? കാരണം അവർക്ക് ആ മാമോയിസ കൊടുക്കുക, ഏക മാമോയിസ. അപ്പൊ അവർ സഭയിലേക്ക് എന്ത് ചെയ്യാണ്? യുണൈറ്റ് ചെയ്യപ്പെടുകയാണ് മാമോദിസായിലൂടെ. അപ്പൊ പരിശുദ്ധാത്മാവിനെ വേറൊരു വിധത്തിലാണ് അവർ പ്രാപിച്ചതെങ്കിലും അവർക്ക് എന്ത് ചെയ്യാണ്? മാമോദിസായിലൂടെ അവർക്ക് സ്വീകരണം കൊടുക്കുകയാണ്, അവരെ റിസീവ് ചെയ്യുകയാണ്. ഈ വൺ ബോഡിയിലേക്ക് അവർ വരിക. അപ്പൊ പരിശുദ്ധാത്മാവ് എപ്പോഴും യോജിപ്പിക്കുന്ന ആത്മാവാണ്. ആത്മാവ് കലക്കത്തിന്റെ ആത്മാവല്ല, വിഘടിപ്പിക്കുന്ന ആത്മാവല്ല, സംഘടിപ്പിക്കുന്ന ആത്മാവാണ്. സംഘടിപ്പിക്കുക എന്നാണല്ലോ പറയുന്നത്, വിഘടിപ്പിക്കുകയല്ല, സംഘടിപ്പിക്കുക. അതെ, ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ആ ജെറുസലേം കേന്ദ്രീകൃതമായ ഒരു സഭയായിട്ടാണ് വളർന്നു വന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം, അത് ഇങ്ങനെ പാരമ്പര്യമായി ലഭിച്ചു പോരേണ്ട ഒരു കാര്യമാണ് എന്നാണ് ബ്രദർ ഇപ്പം എൻ്റെ അന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായ കാര്യം.